Dear friends, today we are discussing a speech by British dramatist Harold Pinter. The speech is known as Art, Truth and Politics. 2005 ഹാരോൾഡ് പിൻറ്ററിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്, നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ആ നൊബേൽ പ്രൈസ് സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന സ്പീച്ചാണ് ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ്. പക്ഷേ ഈ സ്പീച്ച് അദ്ദേഹം വീഡിയോ റെക്കോർഡിംഗ് ആയിട്ടാണ് നടത്തിയത്. കാരണം അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം സ്വീഡിഷ് അക്കാഡമിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ നടത്തിയ ആ സ്പീച്ച് ആർട്ട്, ട്രൂത്ത് ആൻഡ് പോളിറ്റിക്സ് 3 കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. ഹെറോൾഡ് പിൻറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ ഫേമസ് ആയ ഒരു ബ്രിട്ടീഷ് പ്ലേ റൈറ്ററാണ്. സ്ക്രീൻ റൈറ്ററും ഡയറക്ടറും ആക്ടറും കൂടിയാണ്. He started his career by writing a play called The Room in 1957. And I have given some important plays by him: The Birthday Party 1958, The Caretaker 1960, The Dumbwaiter 1960, Remembrance of Things Past 2000. It is an adaptation, and he was very active even till his ill health. So he was a political activist also, and this speech is made by him on an occasion of the Nobel Prize award. I have already told you about that. ഈ സ്പീച്ചിൽ അദ്ദേഹം ആർട്ടിനെയും ട്രൂത്തിനെയും പോളിറ്റിക്സിനെയും പറ്റി പറയുന്നുണ്ട്. ട്രൂത്ത് ഈസ് വൺ തിങ് ഇൻ റിയൽ ലൈഫ് ആൻഡ് അനദർ തിങ് ഇൻ ആർട്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള വലിയ ശക്തമായൊരു വിമർശനമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിമർശനം സ്വാഭാവികമായിട്ടും ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടവരുത്തി. എന്നാൽ മുഴുവൻ ആളുകളും അങ്ങനെ വിമർശിക്കുകയല്ല ചെയ്തത്. അതിനെ വാഴ്ത്തുകയും വളരെ ശക്തമായ ധൈര്യപൂർവമായ അഭിപ്രായ പ്രകടനമായി വാഴ്ത്തുകയും ചെയ്ത ആളുകളുമുണ്ട്. അദ്ദേഹം തുടങ്ങുന്നത് 1958 അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം: ദർ ഈസ് നോ ഹാർഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വാട്ട് ഈസ് റിയൽ ആൻഡ് വാട്ട് ഈസ് അൺറിയൽ, നോട്ട് ബിറ്റ്വീൻ വാട്ട് ഈസ് ട്രൂ ആൻഡ് വാട്ട് ഈസ് ഫാൾസ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ ഏതാണ് റിയൽ, അല്ലെങ്കിൽ ഏതാണ് അൺറിയൽ എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു വേർതിരിവില്ല എന്ന് 1958 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ അദ്ദേഹം പറയുന്നത്, അത് ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം, കലയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചേ പറ്റൂ: വാട്ട് ഈസ് ട്രൂ, വാട്ട് ഈസ് ഫാൾസ്? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നേ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നാടകത്തിൽ അല്ലെങ്കിൽ കലയിൽ സത്യം എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പത്തിൽ പിടിതരുന്നതല്ല, എല്യൂസീവാണ്. എന്ന് വെച്ചാൽ ഒഴിഞ്ഞു മാറുന്നതാണ്. അത് അങ്ങനെയാണെങ്കിലും അതിനെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് കമ്പൾസീവ്, അത് നിർബന്ധവുമാണ്. അപ്പോൾ ഈ സെർച്ചാണ് നമ്മുടെ ടാസ്ക്. ആ സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് നമ്മുടെ ധർമ്മം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? ധാരാളം ട്രൂത്ത് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ ഒന്നിൽ നിന്ന് വിപരീതമായ വേറൊന്ന്, ഒന്നിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേറൊന്ന്, ഒന്നിനെ അവഗണിക്കുന്ന വേറൊന്ന്, ഇങ്ങനെ പലതരത്തിലുള്ള ട്രൂത്തുകൾ നമുക്ക് സാഹിത്യത്തിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആർട്ടിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെ ചിത്രീകരിക്കുന്ന ഭാഷ, ഇറ്റ് ഈസ് ആംബിഗ്യൂസ്. അത് അർത്ഥശങ്കയ്ക്കിടയാക്കുന്നതാണ്. ഒരു ക്വിക്ക് സാൻഡ്, അല്ലെങ്കിൽ ഒരു ചതുപ്പ് പോലെയാണ്. എപ്പോഴാണ് നമ്മൾ അതിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വീണു പോവുക എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ ഭാഷയുടെയും പ്രത്യേകത. എന്നാലും പിൻറ്റർ വീണ്ടും പറയുക: ദ സെർച്ച് ഫോർ ട്രൂത്ത് ക്യാൻ നെവർ സ്റ്റോപ്പ്. ഇറ്റ് കനോട്ട് ബി അഡ്ജേൺഡ്, ഇറ്റ് കനോട്ട് ബി പോസ്റ്റ്പോൺഡ്, ഇറ്റ് ഹാസ് ടു ബി ഫേസ്ഡ് റൈറ്റ് ദർ ഓൺ ദ സ്പോട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം നമുക്ക് കലയിൽ നിർത്തിവെക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ നേരിട്ടേ പറ്റൂ, അതിനെ മാറ്റിവെക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ആർട്ട് ആൻഡ് ലൈഫ് എന്നുള്ള ജീവിതത്തിലും കലയിലുമുള്ള സത്യത്തിൻ്റെ വ്യത്യസ്തതകളായിട്ട് അദ്ദേഹം പറയുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ തിയേറ്ററിലേക്ക് വരുമ്പോൾ, അഥവാ ഡ്രാമാസ് ഓർ പ്ലേസ് ഡീലിംഗ് വിത്ത് പോളിറ്റിക്സ്,
അതിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഹാസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ്. അവിടെ സെർമണൈസിങ് പറ്റില്ല. സെർമണൈസിങ് എന്ന് പറഞ്ഞാൽ പ്രഭാഷണം, ഇങ്ങനെ പ്രഭാഷണം പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് പറ്റില്ല. അവിടെ വേണ്ടത് ഒബ്ജക്റ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചേ പറ്റൂ. മാത്രമല്ല അവിടെ ഒരു ഒതോറിയൽ വോയിസ്, ഒരാളുടെ ശബ്ദം, ഒരാളുടെ വാക്ക് അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായം, ഇതാണ് ശരി എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം നമുക്ക് അവിടെ പറയാൻ കഴിയില്ല. അവിടെ ഓരോ ക്യാരക്ടറിനും അയാളുടേതായ ഒരു പെർസ്പെക്റ്റീവ് അഥവാ വീക്ഷണം ഉണ്ടാകും. അതിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പൊളിറ്റിക്കൽ തിയേറ്റർ എന്നുള്ളതിൻ്റെ പ്രത്യേകത. പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറഞ്ഞാൽ അതിൽ വീണ്ടും വ്യത്യാസമുണ്ട്. അവിടെ വേറൊരു ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സറ്റയറിൽ ഈ തരത്തിലുള്ള സിദ്ധാന്തങ്ങളല്ല ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്തതായി കടക്കുന്നത് പോളിറ്റിക്സിലേക്കാണ് കടക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചതിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മളോട് പറഞ്ഞു സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ വളരെ അപകടകരമായ വെപ്പൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മളത് വിശ്വസിച്ചു. പക്ഷേ നമുക്ക് പിന്നീട് മനസ്സിലായി അത് തെറ്റായിരുന്നു എന്ന്. പിന്നൊരു കാര്യം പറഞ്ഞത് ഈ അമേരിക്കയിലെ സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണത്തിൽ പങ്കുള്ള അൽ ഖ്വയ്ദയുമായി ഇറാഖിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അതും വിശ്വസിച്ചു. പക്ഷേ അത് സത്യമായിരുന്നില്ല. ഇറാഖ് ലോകത്തിൻ്റെ സുരക്ഷിതത്വത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മൾ അതും വിശ്വസിച്ചു. അത് സത്യമായിരുന്നില്ല. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറൻറ്റ് എന്നാണ്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അമേരിക്ക അതിൻ്റെ ലോകത്തുള്ള റോളിനെ വീക്ഷിക്കുന്നത് എന്നതിലാണ് സത്യമിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ ദീർഘകാലത്തെ ലോക പോളിസികൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായൊരു ചിത്രം കിട്ടും എന്നാണ്. സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അമേരിക്കയുടെ പോളിസി വളരെ നിയന്ത്രിതമായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം തങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്ക് അമേരിക്ക മാറിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഒരു പ്രത്യേകത അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഫോറിൻ പോളിസിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ അദ്ദേഹം സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്ക് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് എന്നാണ്. വാട്ട് ഈസ് ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്? ഇറ്റ് മീൻസ് thousands of people die but slower than if you dropped a bomb on them in one fell swoop. ഇതാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് കൊണ്ട് മരിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് ഒരു ബോംബിട്ട പോലെ എല്ലാം മരിക്കുന്നത്, പതുക്കെയാണ് മരിക്കുന്നത്. ഇതാണ് അമേരിക്കയുടെ ഫേവേർഡ് മെത്തേഡ്. ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ മെത്തേഡ് അതാണ്. അവർ ഒരു സോവറിൻ സ്റ്റേറ്റിനെയും ഒരു പരമാധികാര രാഷ്ട്രത്തെയും നേരിട്ട് ആക്രമിക്കുകയില്ല. പിന്നെയോ ആ രാജ്യത്തിൻ്റെ പോളിറ്റിക്സിൽ ഇടപെട്ട് അവരുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഒരു പപ്പറ്റ് ഗവൺമെൻറ്, ഒരു പാവ സർക്കാരിനെ സ്ഥാപിക്കുക എന്നതാണ് അവർ ചെയ്യാറുള്ളത്. ഇതിന് അവർ പറയുന്ന പേര് ഇത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്, ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവരുടെ ഉദ്ദേശം അവിടെ മിലിറ്ററി ഭരണം കൊണ്ടുവരികയും കോർപ്പറേഷൻസ് അഥവാ വൻകിട കുത്തകകൾക്ക് വ്യവസായവും കച്ചവടവും നടത്താനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് നിക്കരാഗ്വയിൽ ഉണ്ടായ അമേരിക്കൻ ഇടപെടലിനെ പറ്റിയിട്ടാണ്. നിക്കരാഗ്വയിൽ സാൻഡിനിസ്റ്റ എന്ന് പറയുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. അവർ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാവുന്നതുപോലെ വളരെ സ്റ്റേബിളായിട്ടുള്ള, അതുവരെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഡിക്റ്റേറ്റർ ആയിരുന്ന സൊമോസയുടെ ഭരണത്തിൽ 40 കൊല്ലമായിട്ട് അവിടെ ഭരിച്ചിരുന്ന സൊമോസ അമേരിക്കൻ പിന്തുണയോട് കൂടിയിട്ട് അയാൾ ആ രാജ്യം കട്ടുമുടിക്കുകയായിരുന്നു. അതിനുശേഷം 1979 സാൻഡിനിസ്റ്റ സർക്കാർ അധികാരത്തിൽ വന്നത്. ആ സാൻഡിനിസ്റ്റ സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാരായിരുന്നു. അവർ ബഹുതലങ്ങളുള്ള ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തെ അവിടെ സ്ഥാപിച്ചു. സ്കൂളുകളും ഹോസ്പിറ്റലുകളും തുടങ്ങുന്നു. ലിറ്ററസി ക്യാമ്പയിൻ ആരംഭിച്ചു. ഭൂമി കർഷകർക്ക് വിട്ടുകൊടുത്ത് കൃഷി നടത്തി. എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും സൗജന്യമാക്കി. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ
ഓടിക്കുക എന്നതായി അമേരിക്കയുടെ ലക്ഷ്യം. അതിനായി കോൺട്രാസ് എന്ന് പറയുന്ന ഈ നിക്കരാഗ്വൻ ഗവൺമെൻറ്റിനെ, സാൻഡിനിസ്റ്റ ഗവൺമെൻറ്റിനെ എതിരായി പോരാടിക്കൊണ്ടിരുന്ന ഒരു സംഘത്തിന് ഇഷ്ടം പോലെ ആയുധം നൽകുകയും അവരുടെ നേതൃത്വത്തിൽ രാജ്യത്ത് മുഴുവൻ ആഭ്യന്തര കലാപം അഴിച്ചുവിടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1980 ഹെറോൾഡ് പിൻറ്ററും അതുപോലെ തന്നെ ഒരു ഫാദർ ജോൺ മെറ്റ്കാഫും അടക്കം കുറച്ച് പേര് ഈ അമേരിക്കയുടെ ലണ്ടനിലെ എംബസിയിൽ പോയി ഇതിനെതിരായി പ്രതിഷേധം പറയാൻ പോയ കഥയാണ് 53-54 പേജുകളായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഫാദർ മെറ്റ്കാഫ് നോർത്ത് നിക്കാരാഗ്വയിലെ ഒരു ഇടവകയിലെ അച്ഛനാണ്. അദ്ദേഹം പറയുന്ന അവിടെ ഒരു സ്കൂളും ആശുപത്രിയും ഒരു സാംസ്കാരിക കേന്ദ്രമൊക്കെ ഈ ഇടവകയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവിടെ സമാധാനമായിട്ട് ജീവിക്കുമ്പോഴാണ് ഈ സാൻഡിനിസ്റ്റ ഗവൺമെൻറ്റിനെതിരായി പോരാടുന്ന കോൺട്രാ വിഭാഗം ആ ഇടവക ആക്രമിക്കുകയും സ്കൂളും ഹെൽത്ത് സെൻറ്ററും കൾച്ചർ സെൻറ്ററും ഒക്കെ നശിപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന അധ്യാപികമാരെയും നഴ്സുമാരെയും മാനഭംഗപ്പെടുത്തുകയും ഡോക്ടർമാരെ കൂട്ടക്കൊല ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനെതിരായി പ്രതിഷേധം അറിയിച്ചപ്പോൾ അന്ന് അവിടെ ചാർജ് ഉണ്ടായിരുന്ന അമേരിക്കയുടെ ഡിപ്ലോമാറ്റ് പറഞ്ഞത്, യുദ്ധമായാൽ നിരപരാധികളായ ആളുകൾ കഷ്ടപ്പെട്ടു എന്നിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിരപരാധികളായ ആളുകൾ എപ്പോഴും കഷ്ടപ്പെടുന്നു എന്നാണ് പിൻറ്ററും ആവർത്തിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് അമേരിക്കയുടെ ഈ കാര്യങ്ങളോടുള്ള ഇൻസെൻസിറ്റിവിറ്റിയാണ്. മാത്രമല്ല, ഏതായാലും പിൻറ്റർ ഇത് ചുരുക്കി പറയുന്നത്, കുറച്ചു കാലത്തിന് ശേഷം ഈ സാൻഡിനിസ്റ്റ ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ അവർക്ക് പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 30,000 പേര് അവിടെ മരിച്ചു. എങ്കിൽ പോലും അവിടെ ആ ഗവൺമെൻറ്റിനെ താഴെയിറക്കുകയും പകരം ചൂതാട്ട കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ബിഗ് ബിസിനസ്സും തിരിച്ചു വന്നു. സൗജന്യമായിരുന്ന വിദ്യാഭ്യാസവും ആരോഗ്യ സമ്പ്രദായവും ഒക്കെ വില കൊടുത്താക്കുകയും അവിടെ കച്ചവടക്കാർ പുറത്തു നിന്നുള്ള ആളുകൾ വരികയും ചെയ്തു. അവർക്ക് സൗജന്യ കച്ചവടമുള്ളിടത്ത് പറ്റില്ലല്ലോ. സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ആരോഗ്യമുള്ളിടത്ത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പോളിസി ബിസിനസ്സിനെ കൂടി സഹായിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു US പോളിസിയുടെ ഉദാഹരണം. ഇതിവിടെ മാത്രമല്ല, ഇന്തോനേഷ്യ, ഗ്രീസ്, ഉറുഗ്വേ, ബ്രസീൽ, പരാഗ്വേ, ഹെയ്ത്തി, ടർക്കി, ഫിലിപ്പീൻസ്, ഗോട്ടിമാല, എൽ സാൽവദോർ, ചിലി തുടങ്ങിയ പലയിടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഉദാഹരണ സഹിതം പിൻറ്റർ പറയുന്നത്. അവിടെയെല്ലാം റൈറ്റ് വിങ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെയാണ് സ്ഥാപിച്ചത്. വലതുപക്ഷ പട്ടാള ഏകാധിപതികളെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആരോടും ചോദിക്കാനും പറയാനില്ല, കച്ചവടം നടത്താൻ സുഖമാണ് എന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ മരിച്ചവർ അനേക ലക്ഷങ്ങൾ വരും. ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല എന്നതാണ് കൃത്യമായി പിൻറ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. ആളുകൾ ഹിപ്നോട്ടൈസ് ചെയ്ത പോലെയാണ്. ക്ലിനിക്കൽ മാനിപ്പുലേഷൻ, കൃത്യമായി നമ്മുടെ അഭിപ്രായങ്ങളിൽ ഇടപെടുകയും അതിനെ മാറ്റി തീർക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആരും അമേരിക്കയുടെ ഇത്തരം അതിക്രമങ്ങളെപ്പറ്റി പറയാറില്ല. അവരുടെ അതിക്രമങ്ങളുടെ പ്രത്യേകത അത് വളരെ സിസ്റ്റമാറ്റിക്കാണ്, വളരെ ഭീകരമാണ്, വിഷ്യസാണ്, എന്നാൽ യാതൊരു പശ്ചാത്താപവും ഉളവാക്കാത്ത തരത്തിലുള്ള റിമോഴ്സ്ലെസ് ആണ് എന്നതാണ്. അപ്പോൾ ജനങ്ങളോട് പിൻറ്റർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വാട്ട് ഹാപ്പൻ ടു അവർ മോറൽ സെൻസിബിലിറ്റി, മോറൽ റെസ്പോൺസിബിലിറ്റി? നമുക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അമേരിക്കയ്ക്കകത്ത് തന്നെ ഗ്വാണ്ടനാമോ ബേ എന്ന് പറയുന്ന ഒരു ജയിലുണ്ടെന്ന് നമുക്കറിയാം. അമേരിക്ക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്യുന്ന, സംശയിക്കപ്പെടുന്ന ആളുകളെ തടവിൽ വയ്ക്കാനുള്ള ഒരു കേന്ദ്രമാണത്. ഭീകരമായ പീഡനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് അവിടെ നിന്ന് പോന്ന ആളുകൾ പറയുന്നത് നമ്മൾ ലോകമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ താമസിക്കുന്ന ആളുകളെ, ഏത് കുറ്റവാളികളെയും നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യണമെന്ന നിയമം അവിടുത്തെ കുറ്റവാളികൾക്ക് ബാധകമല്ല. അവർ നിരന്തരമായി ജയിലിൽ തന്നെ കഴിയുകയാണ്. ജനീവ കൺവെൻഷൻ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ബ്രിട്ടീഷ് പൗരന്മാർ വരെ അവിടെ ഉണ്ട് എന്ന് പിൻറ്റർ പറയുന്നു. പക്ഷേ അതിനെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോലും ഒരു വാക്ക് പറയാൻ തയ്യാറായിട്ടില്ല എന്ന് പിൻറ്റർ കുറ്റപ്പെടുത്തുന്നു. പിൻറ്റർ ചോദിക്കുന്ന ഒരു വളരെ കൃത്യമായൊരു ചോദ്യം,
how many more people will be killed by US before it is branded as mass murderer and war criminal? ഇനി എത്ര പേരെ കൊല്ലണം അമേരിക്കയെ നമ്മളൊരു മാസ് മർഡറർ എന്ന് വിളിക്കണമെങ്കിൽ? എന്താ നമ്മൾ വിളിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ അദ്ദേഹം ഇറാഖിലെ ജനങ്ങളോട്, മറ്റ് നിരവധി പ്രദേശങ്ങളിലെ ജനങ്ങളോട്, അതും നിരപരാധികളായ ജനങ്ങളോട് എങ്ങനെയാണ് അമേരിക്ക തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതിനോട് ആ തെറ്റിന് ന്യായീകരിക്കാൻ ബുഷിനോടൊപ്പം ചേർന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് സാമ്രാജ്യങ്ങൾ ഒരുപോലെ ഒരുമിച്ച് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അമേരിക്ക ഒരു വലിയ സാമ്രാജ്യത്വ സൈനിക ശക്തിയാണ്. 132 രാജ്യങ്ങളിൽ അവർ മിലിറ്ററി പട്ടാള കേന്ദ്രങ്ങൾ വെച്ചിട്ടുണ്ട്. 8,000 ന്യൂക്ലിയർ ആയുധങ്ങൾ അവരുടെ കയ്യിൽ റെഡിയായിട്ടിരിക്കുകയാണ്. ആർക്കെതിരെയാണ് അത് പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യമാണ്. എന്നുവെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കൊതിയുള്ള രാജ്യമായി അമേരിക്ക മാറിയിരിക്കുന്നു എന്നാണ്. അടുത്ത കാലത്തൊന്നും അമേരിക്കയുടെ ഈ പട്ടാള സ്വഭാവം മാറാൻ പോകുന്നില്ല. ഇതിനെതിരായി ജനങ്ങളുടെ പ്രതികരണം എന്താണ്? അമേരിക്കയിൽ തന്നെ മെനി പീപ്പിൾ ആർ ആക്ച്വലി സിക്ക് ആൻഡ് ഷെയിംഡ് ആൻഡ് ആങ്കേർഡ് ബൈ ദർ ഗവൺമെൻറ്റ്സ് പോളിസീസ്. ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകളെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും വലിയൊരു വിഭാഗം ആളുകൾ, അമേരിക്കയിലുള്ള ആളുകൾ പോലും ഇതിനെതിരാണ്. പക്ഷേ അവരിപ്പോൾ ഒരു കൊഹിയറൻറ്റ് പൊളിറ്റിക്കൽ ഫോഴ്സ്, രാഷ്ട്രീയ കക്ഷിയായി മാറിയിട്ടില്ല. പക്ഷേ അവരുടെ ഇടയിൽ പ്രതിഷേധം, ആൻസൈറ്റി, ഫിയർ, അൺസർട്ടനിറ്റി ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോഴാണ് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന പ്രസിഡന്റ് ബുഷിൻ്റെ പ്രവർത്തനങ്ങളെ പിൻറ്റർ പരിഹസിക്കുന്നത്. പ്രസിഡന്റ് ബുഷിൻ്റെ ഒരു സ്പീച്ചിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പീച്ച് ചെയ്യാം. ഒരു നാടകകൃത്തിൻ്റെ കൃത്യതയോടുകൂടി ബുഷിനെ സങ്കല്പിച്ചുകൊണ്ട് ബുഷിൻ്റേതായൊരു സ്പീച്ച് സങ്കല്പിക്കുകയാണ് പിൻറ്റർ ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറയുന്നത്, ഐ പോസസ് മോറൽ അതോറിറ്റി. യു സീ ദിസ് ഫിസ്റ്റ്, ഇറ്റ് ഈസ് മൈ മോറൽ അതോറിറ്റി. ഈ മുഷ്ടി കണ്ടോ, ഇതാണ് എൻ്റെ മോറൽ അതോറിറ്റി. അതുകൊണ്ട് മര്യാദയ്ക്ക് അതനുസരിക്കുന്നതാണ് നല്ലത് എന്ന രീതിയിലാണ് ബുഷിൻ്റെ സ്പീച്ച് മുന്നോട്ട് പോകുന്നത്. ഇതാണ്, അങ്ങനെ ഒരു സ്പീച്ച് യഥാർത്ഥത്തിലില്ല, അതൊരു സാങ്കല്പികമായ സ്പീച്ചായി അദ്ദേഹം പറയുകയാണ്. പക്ഷേ ഇതാണ് നടക്കുന്നത് എന്നാണ് പിൻറ്റർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാലത്ത് റൈറ്റർ ഹാസ് മെയ്ഡ് ഹിസ് ചോയ്സ് ഓഫ് സെയിങ് ദ ട്രൂത്ത്. സത്യം പറയുക എന്നുള്ളതാണ് ഒരു റൈറ്ററിൻ്റെ ലൈഫ്. അതിന് വേറെ ചോയ്സ് ഒന്നുമില്ല. യു ഹാവ് മെയ്ഡ് ദ ചോയ്സ്. ഇനി നിങ്ങൾക്ക് അതിൽ ഉറച്ചു നിന്നേ പറ്റൂ. നിങ്ങളാണ് ഒരു റൈറ്റർ ആവാൻ തീരുമാനിച്ച്. റൈറ്റർ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സത്യം പറയുക എന്നുള്ളതാണ്. അത് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സത്യം പറച്ചിലൂടെ ഒരു ഫിയേഴ്സ് ഇൻ്റലക്ച്വൽ ഡിറ്റർമിനേഷൻ, അതിഭയങ്കരമായ ഒരു ഡിറ്റർമിനേഷൻ, ഒരു ദൃഢനിശ്ചയം. ആ ദൃഢനിശ്ചയം ഇൻ്റലക്ച്വലാണ്, ഇൻ്റലക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ബൗദ്ധികമായ ഒന്നാണ്. അത്തരത്തിലുള്ള ഇൻ്റലക്റ്റിലൂടെ ഈ രാഷ്ട്രീയത്തിൽ ഇടപെടാനും ഇതിനെതിരായി നിൽക്കാനും കഴിയണം എന്നാണ് പിൻറ്റർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുവരെ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. എന്താണ് ആ നഷ്ടപ്പെട്ടു പോയ കാര്യം? ദ ഡിഗ്നിറ്റി ഓഫ് മാൻ, മനുഷ്യൻ്റെ അന്തസ്സ്. ഇതാണ് പിൻറ്ററിൻ്റെ സ്പീച്ചിനെ പറ്റിയുള്ള വളരെ ചുരുങ്ങിയ ഒരു സംഗ്രഹം. എല്ലാവർക്കും നന്ദി.